തിരുവാതിരക്കാരെ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. കഠിനമായ പുറമോടിക്കുള്ളിൽ അതീവ നിർമ്മലമായ ഒരു മനസ്സുള്ളവരാണിവർ. രുദ്രനാണ്, ശിവഭഗവാനാണ് ഇവരുടെ ദേവത. അധിപൻ രാഹുവും. തിരുവാതിരക്കാരെ ഒരു വാചകത്തിൽ വിവരിക്കാൻ പറഞ്ഞാൽ അതൊരു പെരുമഴ പെയ്യുന്ന പോലെയാണ്. ആകാശം ഇരുണ്ട് ഇടിമിന്നലോടെ പെയ്യുന്ന മഴ. ആ മഴ പെയ്തു തോർന്നാൽ പ്രകൃതി എത്ര നിർമ്മലമാണോ അതുപോലെയാണ് തിരുവാതിരക്കാരുടെ ജീവിതവും മനസാക്ഷിയും. ദശകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തിരുവാതിരക്കാരുടെ പൊതുവായ സ്വഭാവത്തെയും ജീവിത രീതിയെയും കുറിച്ച് നമുക്ക് ആഴത്തിൽ ഒന്ന് നോക്കാം. തിരുവാതിരയുടെ പ്രതീകം കണ്ണുനീർ തുള്ളി, ടിയർ ഡ്രോപ്സ് ആണ്. ഇത് സങ്കടത്തിന്റെ അടയാളമല്ല, മറിച്ച് അറിവിന്റെയും ശുദ്ധീകരണത്തിന്റെയും അടയാളമാണ്. ഇതിന്റെ ദേവത സംഹാരമൂർത്തിയായ രുദ്രനാണ്, ശിവന്റെ രൗദ്രഭാവം. അതുകൊണ്ട് തന്നെ തിരുവാതിരക്കാരുടെ ജീവിതത്തിൽ പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ സൃഷ്ടിക്കുന്ന അവസ്ഥകൾ കൂടെ കൂടെ ഉണ്ടാകും. ഒരു വജ്രം രൂപപ്പെടുന്നത് കഠിനമായ സമ്മർദ്ദങ്ങളിലൂടെയാണല്ലോ. അതുപോലെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് തിരുവാതിരക്കാർ തിളക്കമുള്ളവരായി മാറുന്നത്. രാഹു അധിപനായ നക്ഷത്രമായതുകൊണ്ട് ഇവർ അതീവ ബുദ്ധിശാലികളായിരിക്കും. ആധുനികമായ ആശയങ്ങൾ, സാങ്കേതിക വിദ്യ, വിദേശ ഭാഷകൾ എന്നിവയിൽ ഇവർക്ക് പ്രത്യേക നൈപുണ്യമുണ്ടാകും. പുറമേ നിന്ന് നോക്കിയാൽ ഇവർ അല്പം പരിക്കരാണെന്ന് തോന്നും. സത്യം മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം. പുറമേ രുദ്രനാണെങ്കിലും ഉള്ളിൽ ഇവർ അതീവ ദയാലുക്കളാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ടാൽ പെട്ടെന്ന് മനസ്സലിയുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. തർക്കിക്കാനും സ്വന്തം നിലപാടുകൾ സ്ഥാപിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവാണ്. പലപ്പോഴും വായ തുറന്നാൽ ബോംബ് പൊട്ടുന്നത് പോലെയായിരിക്കും ഇവരുടെ സംസാരം എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. തിരുവാതിരക്കാർ കഠിനാധ്വാനികളാണ്. ബുദ്ധിപരമായ ജോലികളിൽ ഇവർ ശോഭിക്കും. IT, നിയമം, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവരെ ധാരാളമായി കാണാം. പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ മിടുക്കുണ്ടാകും. പക്ഷേ രാഹുവിന്റെ സ്വാധീനം കാരണം പെട്ടെന്ന് പണം വരികയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ചില നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തേക്കാം. ജീവിതത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിലാണ് ഇവർ സാമ്പത്തികമായി കൂടുതൽ സ്ഥിരത കണ്ടെത്തുന്നത്. തിരുവാതിരക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും ഒരു റോക്കറ്റ് യാത്ര പോലെ ആയിരിക്കും. ഉയർച്ചകളും താഴ്ചകളും പെട്ടെന്നുണ്ടാകും. ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അല്പം മടിയുണ്ടാകാം. പക്ഷേ പങ്കാളിയോട് അതീവ വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കും. പക്ഷേ ഇവരുടെ മുൻകോപം കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തിരുവാതിരക്കാരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ സ്വന്തം നാവ് തന്നെയാണ്. എടുത്തുചാടി പറയുന്ന വാക്കുകൾ പല ബന്ധങ്ങളെയും തകർത്തേക്കാം. കൂടാതെ മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു സങ്കടം ഇവർ എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. മിഥുനം രാശിയിൽ മാത്രമാണ് തിരുവാതിര സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഓരോ പാദങ്ങൾക്കും ചെറിയ മാറ്റങ്ങളുണ്ട്. 1-ാം പാദം ധനു വംശകത്തിലുള്ളവർ. ഇവർ ആത്മീയതയോടും നീതിയോടും ആഭിമുഖ്യമുള്ളവരായിരിക്കും. 2-ാം പാദം മകരവംശകത്തിലുള്ളവർ കഠിനാധ്വാനികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. 3-ാം പാദം കുംഭവംശകം, പുതിയ ചിന്താഗതികളും ശാസ്ത്രീയ അവബോധവും ഉള്ളവരായിരിക്കും. 4-ാം പാദം മീനവംശകം, അല്പം വികാരജീവികളും കലകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഈ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തിരുവാതിരക്കാരുടെ ദശാഫലങ്ങളിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതയാത്ര വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ രാഹുദശയിൽ നിന്നാണ് തുടങ്ങുന്നത്. ജനിക്കുമ്പോൾ തന്നെ രാഹുവിന്റെ കഠിനമായ സ്വാധീനത്തിൽ വരുന്ന ഇവർക്ക് ജീവിതത്തിന്റെ ആദ്യഘട്ടം അല്പം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും. തുടർന്ന് വരുന്ന വ്യാഴം, ശനി, ബുധൻ ദശകൾ ഇവരെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് തന്നെ അതിന്റെ അധിപനായ രാഹുദശയിലാണ്. രാഹുദശയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രത്യേക അനുഭവമാണ്. ജനനം മുതൽ ഏകദേശം 18 വർഷം വരെയാണ് ഇതിന്റെ പരമാവധി ദൈർഘ്യം. ഈ കാലഘട്ടം തിരുവാതിരക്കാരുടെ ജീവിതത്തിലെ അഗ്നി പരീക്ഷകളുടെ ആദ്യഘട്ടമാണ്. തിരുവാതിര മിഥുനം രാശിയിൽ മാത്രം വരുന്ന നക്ഷത്രമായതുകൊണ്ട് ബുധന്റെ ബുദ്ധിശക്തിയും രാഹുവിന്റെ ഭ്രമങ്ങളും ഒത്തുചേരുന്ന ഒരു ശൈശവവും കൗമാരവുമാണ് ഇവർക്കുണ്ടാവുക. തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സാധാരണ കുട്ടികളെക്കാൾ
അല്പം ഡിഫറൻ്റ് ആയ സ്വഭാവമുണ്ടാകും. ഇവർ വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങും. എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് അല്പം വാശിയും പിടിവാശിയും കൂടുതലായിരിക്കും. ശാരീരികമായി നോക്കിയാൽ ചെറിയ പ്രായത്തിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ വരാൻ സാധ്യതയുണ്ട്. പഠനത്തിന്റെ കാര്യത്തിൽ ഇവർ അതീവ മിടുക്കരായിരിക്കും. പ്രത്യേകിച്ച് ശാസ്ത്രം, കണക്ക്, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഇവർക്ക് സ്വാഭാവികമായ താല്പര്യമുണ്ടാകും. എന്നാൽ രാഹുദശയുടെ അവസാന പകുതിയിൽ, അതായത് ഹൈസ്കൂൾ, കോളേജ് കാലഘട്ടങ്ങളിൽ ഇവരുടെ ശ്രദ്ധ പല വഴിക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ മൊബൈൽ, ഇന്റർനെറ്റ് തുടങ്ങിയവയിലുള്ള അമിതമായ താല്പര്യമോ പഠനത്തെ ബാധിച്ചേക്കാം. ഇവിടെയാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായ കയറ്റിറക്കങ്ങൾ രാഹുദശയിൽ സ്വാഭാവികമാണ്. പിതാവിനോ കുടുംബത്തിനോ വിദേശ ബന്ധങ്ങളോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കുള്ള മാറ്റമോ ഈ സമയത്ത് ഉണ്ടായേക്കാം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ തിരുവാതിരക്കാർക്ക് കൗമാരപ്രായത്തിൽ തന്നെ തുടങ്ങുന്നത് ഈ രാഹുദശയിലാണ്. സ്വന്തം ചിന്തകളെ മറ്റുള്ളവർക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അന്തർമുഖരായി മാറുകയോ ചെയ്തേക്കാം. പാദങ്ങൾ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നോക്കാം. 1ഉം 2ഉം പാദങ്ങളിലുള്ളവർ, ഇവർക്ക് രാഹുദശയുടെ കൂടുതൽ ഭാഗം ലഭിക്കും. ഇവർ അല്പം ഗൗരവ പ്രകൃതിക്കാരായിരിക്കും. നിയമങ്ങളോടും അച്ചടക്കത്തോടും ഇവർക്ക് അല്പം വിമുഖത ഉണ്ടായേക്കാം. 3ഉം 4ഉം പാദങ്ങളിലുള്ളവർ, ഇവർക്ക് രാഹുദശ കുറഞ്ഞ കാലയളവേ ഉണ്ടാകൂ. ഇവർക്ക് കലകളിലും സംസാരത്തിലും കൂടുതൽ താല്പര്യമുണ്ടാകും. രാഹുദശ കഴിയുമ്പോഴേക്കും ഇവർ ഒരു വ്യക്തമായ ലക്ഷ്യബോധം നേടിയെടുക്കും. രാഹുദശയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കുട്ടിക്കാലത്ത് നാഗദൈവങ്ങളെ ഭജിക്കുന്നതും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. രാഹുദശയുടെ പുകമറകൾ നീങ്ങി തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വ്യാഴദശ 18-ാം വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ഈ 16 വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ പാകുന്നത്. രുദ്രന്റെ തീഷ്ണതയിൽ നിന്ന് വ്യാഴത്തിന്റെ ജ്ഞാനത്തിലേക്കുള്ള ഈ മാറ്റം തിരുവാതിരക്കാരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരും. രാഹുദശയിലെ ഏകാഗ്രത കുറവ് മാറി പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണിത്. മിഥുനം രാശിയുടെ ബുദ്ധിശക്തിയും വ്യാഴത്തിന്റെ അനുഗ്രഹവും ചേരുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ, വിദേശ പഠനം എന്നിവയിൽ നിങ്ങൾ വിജയിക്കും. പ്രത്യേകിച്ച് ഗവേഷണം, അധ്യാപനം, നിയമം അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖലകളിൽ തിരുവാതിരക്കാർ ഈ പ്രായത്തിൽ തിളങ്ങും. ഈ 16 വർഷത്തിനിടയിൽ നിങ്ങൾ ഒരു വ്യക്തമായ കരിയർ കെട്ടിപ്പടുക്കും. വ്യാഴം നിങ്ങൾക്ക് മാന്യമായ ഒരു ജോലിയും സമൂഹത്തിൽ ബഹുമാനവും നൽകും. മറ്റുള്ളവരെ ഉപദേശിക്കാനും നയിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് തൊഴിലിടങ്ങളിൽ അംഗീകരിക്കപ്പെടും. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ ഈ ദശ സഹായിക്കും. തിരുവാതിരക്കാരുടെ വിവാഹം മിക്കവാറും ഈ വ്യാഴദശയിലാണ് സംഭവിക്കുക. രാഹുവിന്റെ കാർക്കശ്യം മാറി പക്വതയോടെ ജീവിതത്തെ കാണാൻ നിങ്ങൾ തുടങ്ങും. പങ്കാളിയുമായി ബുദ്ധിപരമായ ഒരു പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കും. മക്കളുടെ ജനനവും കുടുംബത്തിലെ ഐശ്വര്യവും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ ഉള്ളിലെ കാഠിന്യം മാറി ഒരു തരം ആത്മീയമായ ഉണർവ് ഈ പ്രായത്തിൽ അനുഭവപ്പെടും. ദേഷ്യം നിയന്ത്രിക്കാനും സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നിങ്ങൾ പഠിക്കും. ഇനി പാദങ്ങൾ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നോക്കാം. 1ഉം 2ഉം പാദങ്ങൾ, ഇവർക്ക് വ്യാഴദശയുടെ ആദ്യ പകുതിയിൽ തന്നെ കരിയറിൽ വലിയ ഉയർച്ചകൾ ലഭിക്കും. കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ. ഇനി 3ഉം 4ഉം പാദങ്ങളിലുള്ളവർ, ഇവർ കൂടുതൽ ആത്മീയതയിലേക്കും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും തിരിയും. അറിവ് സമ്പാദിക്കാനുള്ള താല്പര്യം ഇവർക്ക് ഈ പ്രായത്തിൽ വളരെ കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ ആരോഗ്യകരമായ കാലഘട്ടമാണിത്. എങ്കിലും അമിതമായ ആഹാരം മൂലമുള്ള പ്രശ്നങ്ങളോ ലിവർ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകളോ വരാതെ ശ്രദ്ധിക്കണം.
വ്യാഴദശയുടെ ഗുണഫലങ്ങൾക്കായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും. വ്യാഴദശയുടെ ആശ്വാസത്തിന് ശേഷം തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 19 വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ശനിദശ ഏകദേശം 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ഒരു പഴയ ജ്യോതിഷിയുടെ അനുഭവത്തിൽ പറഞ്ഞാൽ വജ്രം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ മിനുക്കിയെടുക്കുന്ന സമയമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനിദശ അല്പം സങ്കീർണമാണ്. മിഥുനം രാശിയെ സംബന്ധിച്ച് ശനി 8-9 ഭാവങ്ങളുടെ അധിപനാണ്. ഇതിനർത്ഥം ഭാഗ്യവും പരീക്ഷണങ്ങളും ഒരേപോലെ ഈ കാലയളവിൽ ഉണ്ടാകുമെന്നാണ്. ഈ പ്രായത്തിൽ നിങ്ങൾ ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാൻ അല്പം താമസമുണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളോ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ തിരുവാതിരയുടെ തനതായ പോരാട്ട വീര്യം കൊണ്ട് നിങ്ങൾ ഇതിനെയെല്ലാം അതിജീവിക്കും. 40കൾക്ക് ശേഷം കരിയറിൽ വലിയൊരു മാറ്റമോ പദവി ഉയർച്ചയോ പ്രതീക്ഷിക്കാം. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണ്ട സമയമാണിത്. അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. എന്നാൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ലഭിക്കാനും ശനി സഹായിക്കും. കടബാധ്യതകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഈ 19 വർഷത്തെ പ്രധാന ലക്ഷ്യമായിരിക്കണം. ദാമ്പത്യത്തിൽ ചെറിയ വിരസതയോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായേക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ നൽകണം. മക്കളുടെ ഉന്നമനത്തിനായി നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കും. ബന്ധുക്കളുമായി ചെറിയ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ശാരീരികമായി വായു സംബന്ധമായ അസുഖങ്ങൾ, സന്ധിവേദന അല്ലെങ്കിൽ അമിതമായ ജോലിഭാരം മൂലമുള്ള തളർച്ച എന്നിവ കണ്ടേക്കാം. മാനസികമായി ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്ന തോന്നൽ ശനി ഉണ്ടാക്കിയേക്കാം. ഇത് നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവനാക്കി മാറ്റും. പാദങ്ങൾ അനുസരിച്ചുള്ള വ്യത്യാസം നോക്കാം. 1-3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ശനിദശയിൽ ആത്മീയമായ ഉണർവ് കൂടുതലായിരിക്കും. തീർത്ഥാടനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും ഇവർ സമയം കണ്ടെത്തും. 2-4 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഭൗതികമായ നേട്ടങ്ങൾക്കായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കരിയറിലെ മാറ്റങ്ങൾ ഇവരെ കാര്യമായി ബാധിക്കും. ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് നീരാജനം വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. തൊഴിലാളികൾക്ക് സഹായം നൽകുന്നത് ശനിയെ പ്രീണിപ്പിക്കാൻ സഹായിക്കും. ശനിദശയുടെ കഠിനമായ പരീക്ഷണങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും ശേഷം തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള 16 വർഷക്കാലം ബുധദശയിലൂടെയാണ് കടന്നുപോകുന്നത്. തിരുവാതിരക്കാർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ദശയാണിത്. കാരണം തിരുവാതിര നിൽക്കുന്ന മിഥുനം രാശിയുടെ അധിപനാണ് ബുധൻ. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെത്തിയ ഒരു പ്രതീതിയായിരിക്കും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുക. ശനിദശയിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ ഈ സമയത്ത് പതുക്കെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കും. എഴുത്ത്, വായന, പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ സജീവമാകും. തകർന്നുപോയ പഴയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ ബുധൻ നിങ്ങളെ സഹായിക്കും. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കില്ല. കൺസൾട്ടൻസി അല്ലെങ്കിൽ ബിസിനസ് ഉപദേശകൻ എന്ന നിലയിൽ നിങ്ങൾ സജീവമായി തുടരും. സാമ്പത്തികമായി ഈ കാലഘട്ടം വളരെ ഭദ്രമായിരിക്കും. ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ നിങ്ങൾ ഒരു സാരഥിയെ പോലെ പ്രവർത്തിക്കും. പേരക്കുട്ടികളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ മാനസികോല്ലാസം നൽകും. മക്കൾ നിങ്ങളുടെ വാക്കുകൾക്ക് മുൻഗണന നൽകുന്നതും കുടുംബത്തിലെ ഐക്യവും നിങ്ങൾക്ക് സന്തോഷം നൽകും. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കുമെങ്കിലും നാഡീ സംബന്ധമായ അസ്വസ്ഥതകളോ തൊലിപ്പുറത്തെ ചെറിയ അലർജികളോ കണ്ടേക്കാം. കൃത്യമായ വ്യായാമവും മാനസികോല്ലാസവും ഈ പ്രായത്തിൽ നിലനിർത്തുക. തിരുവാതിരക്കാർക്ക് ഈ ബുധദശയിൽ ഒരു പ്രത്യേക കഴിവുണ്ടാകും.
തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ലളിതമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഇവർക്ക് സാധിക്കും. മുൻകോപം മാറി നർമ്മബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. ബുധദശയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണയോ തുളസിമാലയോ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പച്ചക്കറികൾ ദാനം ചെയ്യുന്നതും സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും ബുധപ്രീതിക്ക് സഹായിക്കും. വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. ബുധദശയുടെ തിരക്കുകൾക്കും സംസാരങ്ങൾക്കും ശേഷം തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ 70കളിൽ പ്രവേശിക്കുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്ന കേതുദശയിലേക്കാണ്. ഏകദേശം 70 വയസ്സു മുതൽ 77 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം തിരുവാതിരക്കാരുടെ ജീവിതത്തിലെ ആത്മീയ പരിവർത്തനത്തിന്റെ സമയമാണ്. ഇത്രയും കാലം കുടുംബത്തിനും ജോലിക്കും വേണ്ടി ഓടി നടന്ന നിങ്ങൾ ഈ ഘട്ടത്തിൽ അല്പം ഏകാന്തത ആഗ്രഹിച്ചു തുടങ്ങും. ഞാൻ ആരാണ് എന്ന ആഴത്തിലുള്ള ചിന്തകൾ നിങ്ങളെ തേടിയെത്തും. ലൗകികമായ നേട്ടങ്ങളെക്കാൾ മനസ്സിന്റെ സമാധാനത്തിനാകും നിങ്ങൾ മുൻഗണന നൽകുക. തിരുവാതിരയുടെ കാർക്കശ്യം പൂർണ്ണമായും മാറി ഒരു ഋഷിവര്യന്റെ പക്വത നിങ്ങളിൽ ദർശിക്കാൻ സാധിക്കും. തീർത്ഥാടനങ്ങൾക്കും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. നിഗൂഢ ശാസ്ത്രങ്ങളോടോ വേദാന്തത്തോടോ ഉള്ള താല്പര്യം ഈ സമയത്ത് വർദ്ധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയൊരു ആത്മസംതൃപ്തി നിങ്ങൾ കണ്ടെത്തും. ശാരീരികമായി ഈ കാലഘട്ടത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥികളിലെ ബലക്കുറവോ അനുഭവപ്പെട്ടേക്കാം. അപ്രതീക്ഷിതമായ ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നേക്കാമെങ്കിലും ആത്മബലം കൊണ്ട് അവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ നിങ്ങളൊരു സാക്ഷിയെ പോലെ പ്രവർത്തിക്കും. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. എങ്കിലും നിങ്ങളുടെ ഉപദേശത്തിനായി കുടുംബാംഗങ്ങൾ നിങ്ങളെ സമീപിച്ചുകൊണ്ടേയിരിക്കും. കേതുദശയിലെ അസ്വസ്ഥതകൾ മാറാൻ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് അതീവ ഉത്തമമാണ്. ദിവസവും ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം ജപിക്കുകയോ കരകഹോമം നടത്തുകയോ ചെയ്യുന്നത് ദോഷശമനത്തിന് സഹായിക്കും. അടുത്തത് ശുക്രദശയാണ്. 77 വയസ്സ് മുതൽ 90 വയസ്സ് വരെ. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഐശ്വര്യപൂർണവുമായ അവസാന അധ്യായമാണ് ശുക്രദശ. സാധാരണഗതിയിൽ 77 വയസ്സ് മുതൽ ഏകദേശം 97 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന 20 വർഷക്കാലമാണിത്. ജീവിതത്തിന്റെ സായന്തനത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ ശുക്രൻ നിങ്ങളെ അനുവദിക്കും. ജീവിതത്തിന്റെ കഠിനമായ വഴികളിലൂടെയും തിരക്കുകളിലൂടെയും വിരക്തികളിലൂടെയും കടന്നുവന്ന ആ വജ്രം അതിന്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശിക്കുന്ന സമയമാണിത്. ശുക്രൻ സന്തോഷത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമാണ്. കേതുദശയിലെ ഏകാന്തതയും വൈരാഗ്യവും മാറി ജീവിതത്തെ വീണ്ടും സ്നേഹത്തോടെയും ആസ്വാദനത്തോടെയും നോക്കിക്കാണാൻ നിങ്ങൾ തുടങ്ങും. ശാരീരികമായ അവശതകൾക്കിടയിലും മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം ഈ പ്രായത്തിൽ അനുഭവപ്പെടും. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ ആദരിക്കപ്പെടും. മക്കളും കൊച്ചുമക്കളും അവരുടെ കുട്ടികളും നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം കുടുംബത്തിന് വലിയൊരു ഐശ്വര്യമായി മാറും. ശുക്രദശയിൽ കുടുംബത്തിൽ വിവാഹങ്ങൾ, കുട്ടികളുടെ ജനനം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ധാരാളമായി നടക്കും. സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഈ പ്രായത്തിൽ നിങ്ങളെ അലട്ടില്ല. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളുടെയും മക്കളുടെ കരുതലിന്റെയും ഫലമായി നല്ല ഭക്ഷണവും വസ്ത്രവും സൗകര്യപ്രദമായ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ആസ്വദിക്കാനും ഈ ദശ അവസരം നൽകും. തിരുവാതിരക്കാർക്ക് സ്വാഭാവികമായുള്ള കലാബോധം ഈ പ്രായത്തിൽ വീണ്ടും ഉണരും. പഴയ പാട്ടുകൾ കേൾക്കുന്നതിലും പുരാണങ്ങൾ വായിക്കുന്നതിലും കലാരൂപങ്ങൾ ആസ്വദിക്കുന്നതിലും നിങ്ങൾ വലിയ ആനന്ദം കണ്ടെത്തും. നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേക മാധുര്യം ഈ സമയത്ത് പ്രകടമാകും. ശുക്രദശ എന്ന് പറയുമ്പോൾ അത് വെറും ഭൗതിക സുഖം മാത്രമല്ല. താൻ ജീവിച്ചു തീർത്ത 80-90 വർഷങ്ങളെ അതീവ സംതൃപ്തിയോടെ നോക്കിക്കാണാനുള്ള ഒരു മാനസികാവസ്ഥ ശുക്രൻ നൽകും. എല്ലാം ശുഭമായി ഭവിച്ചു എന്ന ആത്മസംതൃപ്തിയോടെ ശാന്തമായി ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം.
പ്രത്യേകിച്ച് പ്രമേഹം അല്ലെങ്കിൽ കണ്ണിന് സംബന്ധമായ അസ്വസ്ഥതകൾ. എങ്കിലും ശരിയായ പരിചരണത്തിലൂടെ ഇതിനെ മറികടക്കാം. ശുക്രദശയുടെ നന്മയ്ക്കായി മഹാലക്ഷ്മി ഭജനം ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം കേൾക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശുഭകരമാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ തീക്ഷ്ണതയിൽ തുടങ്ങി ശുക്രദശയുടെ ശാന്തതയിൽ അവസാനിക്കുന്ന ഈ 90 വർഷക്കാലത്തെ സുദീർഘമായ ഈ ജീവിതയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു വശത്ത് രുദ്രന്റെ കാഠിന്യവും മറുവശത്ത് വജ്രത്തിന്റെ തിളക്കവുമുള്ള തിരുവാതിരക്കാർക്ക് ജീവിതം എപ്പോഴും ഒരു പോരാട്ടമായിരിക്കും. പക്ഷേ ആ പോരാട്ടങ്ങൾക്കൊടുവിൽ നിങ്ങൾ നേടിയെടുക്കുന്ന പക്വതയും ജ്ഞാനവുമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതപാതയിൽ ഒരു വെളിച്ചമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദശാകാലങ്ങളും വയസ്സും ഒരു ഏകദേശ കണക്കുകൂട്ടൽ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും കൃത്യമായ ജനനതീയതി, സമയം, ജനിച്ച സ്ഥലം എന്നിവ അനുസരിച്ച് ദശകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ പ്രായത്തിൽ മാറ്റങ്ങൾ വരാം. കൂടാതെ ജാതകത്തിലെ ഗ്രഹനിലയും മറ്റ് യോഗങ്ങളും ഈ ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. അതിനാൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് ഉത്തമമായിരിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവയെ പരിവർത്തനത്തിനുള്ള അവസരങ്ങളായി കാണാൻ ഓരോ തിരുവാതിരക്കാരനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഏത് നക്ഷത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.